ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം. കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ ഈ വർഷം കൂടി അത് നിൽക്കട്ടെ, ഞാൻ അതിന്റെ ചുവടുകളൊക്കെ വളമിടാം, മേലിൽ അത് ഫലം നൽകിയേക്കാം, ഇല്ലെങ്കിൽ അത് വെട്ടിക്കളഞ്ഞു വിടണം. മുന്തിരി തോട്ടം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണെന്ന് തോന്നുന്നു. കർത്താവ് പല രീതിയിൽ നമ്മളെ വിളിച്ചു, പല ധ്യാനത്തിലൂടെ, അല്ലെങ്കിൽ ധ്യാനത്തിൽ ക്രിസ്ത്യാനിയായി ജനിച്ചെങ്കിലും ഒരു അനുഭവത്തിൽ വരാൻ ഒരു ധ്യാനം സഹായിച്ചു, അല്ലെങ്കിൽ ഒരു രോഗം ദൈവത്തെ അറിയാൻ സഹായിച്ചു, അല്ലെങ്കിൽ ഒരു തകർച്ച ദൈവത്തെ അറിയാൻ സഹായിച്ചു. ഏതെങ്കിലും പലവിധമായ വഴികളിൽ ദൈവത്തെ നമ്മൾ അറിഞ്ഞ് ആ മുതിർത്തോട്ടത്തിൽ നമ്മൾ ദൈവത്തെ വെച്ച് 2-3 വർഷമായി കർത്താവ് കുറെ വർഷങ്ങളായിട്ട് എന്നെയാണെങ്കിൽ 92 ദൈവത്തെ അറിഞ്ഞതാണ്. 15 വർഷമായിട്ട് കർത്താവ് അന്വേഷിച്ചു വരുന്ന ഫലമുണ്ടാന്ന് നോക്കാം. ഇന്ന് അടിയിൽ കുറേ വെയിറ്റില്ലാതെ പോയി, ചെറിയ വെയിറ്റ് കൊണ്ടാണ് കുറച്ച് തുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും റെസ്റ്റോറൻറ്റ് നോക്കിയാൽ ഒത്തിരി 15 വർഷത്തെ നോക്കി കണക്കെടുത്തു കഴിഞ്ഞാൽ 15 വർഷത്തെ കണക്കിൽ ഒന്നുമായിരുന്നു ദുഃഖം തോന്നുന്നു. അതുപോലെ എന്നെയും നിങ്ങളെയും കർത്താവിടയ്ക്ക് പരിശോധിക്കാനായിട്ട് ഫലമുണ്ടോന്ന് നോക്കാനായിട്ട് നമ്മൾ പല ധ്യാനങ്ങളിലൂടെ പല വിഷയങ്ങൾ നേരത്തെ പങ്കുവച്ച ക്ഷമയുടെ സ്നേഹത്തിന്റെ പല വിഷയങ്ങളും പല ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ കേട്ടു. നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കുക. ഈ കുറഞ്ഞ സമയത്ത് ഈ നിലം പാഴാണോ, വെട്ടിക്കളയാൻ സമയമായോ? കർത്താവിനെ അറിയത്തുള്ളൂ. വെട്ടിക്കളയാൻ സമയം കഴിഞ്ഞ് നിൽക്കുകയാണ്. കർത്താവ് പ്രത്യേക അനുവാദം ചോദിച്ചിട്ടാണോ നമ്മൾ നിലനിൽക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു നിമിഷം പോലും. എന്റെ ഒരു സുഹൃത്ത്, അമേരിക്കയിലുള്ള സുഹൃത്ത്, ദുബൈയിൽ ഉണ്ടായിരുന്നത് അമേരിക്കയിലാണ്. ആൾ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, ഭയങ്കര ബുദ്ധിമാനാണ്, സയന്റിസ്റ്റാണ്. എയർക്രാഫ്റ്റിലേക്ക് പ്രോഗ്രാം എന്ന് വെച്ചാൽ കേറ്ററിങ്ങിനുള്ള സാധനങ്ങൾ അതിൽ വെക്കുമ്പോൾ പണ്ട് മാനുവലായിട്ടായിരുന്നു ചെയ്യുന്നത്. അതിന്റെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉണ്ടാക്കി ഒരു സ്പൂൺ വെച്ച് എത്ര വെയിറ്റ്, അല്ലെങ്കിൽ അതുപോലെ ഒരു സ്പൂണിന്റെ സ്റ്റാൻഡേർഡ്, അതിന്റെ ഈ ഫോയിൽ പേപ്പറിന്റെ സ്റ്റാൻഡേർഡ്, അങ്ങനെ ആ കേറ്ററിംഗിന് എയർക്രാഫ്റ്റ് കേറ്ററിംഗിന് ഉപയോഗിക്കേണ്ട സാധനങ്ങളുടെ ഒരു പ്രോഗ്രാം പുള്ളിയാണ് അതിനായിട്ട് ലോകത്തുണ്ടാക്കിയത്. അതിന് വഴി ഒരുപാട് എയർലൈൻസ് അത് വാങ്ങിച്ച് പുള്ളി ഒത്തിരി പൈസക്കാരനായി. ഞങ്ങളുടെ നാട്ടിൽ വീട്ടിലല്ല, അമേരിക്കാരൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ, വീട്ടിൽ നടന്ന ഗ്രൂപ്പിൽ എല്ലാ ദിവസവും നടന്നു കുടുംബം. ഇന്ന് അമേരിക്കയിൽ 10-70 പേര് ഉള്ള, അന്ന് 4 വർഷം മുമ്പ് 70 പേരുള്ളത് IT കമ്പനിയുടെ ഓണറാണ്. ഒരു പറയുകയാണ്, തന്റെ പറയാനുള്ളൂ. അത്ര ഈ നമ്മൾ നിൽക്കുന്ന ഏതെങ്കിലും ചില സമയത്ത് ആലോചിക്കുമ്പോഴത്തേക്കും നിൽക്കുന്നത് പോലെ ഈ ഇതേ അളവിൽ, എന്റെ അളവില്, എന്റെ ഈ തലയുടെ അളവിലും ആ വെയിറ്റിലും അല്ലെങ്കിൽ എല്ലാം ഒരുപോലെ ഒരാൾ ഒരു ചെറിയ ഒരു രൂപം ഉണ്ടാക്കിയെന്ന് വെച്ചു നോക്കി അത് പറയുന്നുണ്ട്. അത് എന്തെല്ലാം ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനം. ഞാൻ ആലോചിക്കാൻ ചോദിച്ചാൽ എനിക്കത് പിള്ളേരൊക്കെ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ എന്നാലും പറയാൻ സാറിനെയും പറയുന്നില്ല, എനിക്കൊന്നും പറയാൻ നോക്കട്ടെ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് എപ്പോഴും ഞാൻ തോന്നിപ്പോകും, ഈ ടാപ്പ്, ഈ എന്ന് പറയുന്ന വെള്ളം വരുന്ന ടാപ്പ്, അത് മെക്കാനിക്കൽ ടാപ്പ് അടയ്ക്കുന്ന ടാപ്പുണ്ട്, പിന്നെ ലിവറിന്റെ ടാപ്പുണ്ട്, മോട്ടോർ വെച്ചടയ്ക്കുന്ന ടാപ്പുണ്ട്. മോട്ടോറിന്റെ സ്ഥാനത്ത് സ്വിച്ച് ഉപയോഗിച്ചിട്ടല്ല, ഇലക്ട്രിക്കൽ സ്വിച്ച് വിട്ടവിടെ നിന്ന് ന്യൂമാറ്റിക് എയർലൈൻ കൺട്രോൾ ചെയ്യുന്നു. നമ്മുടെ സിസ്റ്റം മനസ്സിലാക്കിയ വെള്ളം പോകും, മനസ്സിലാക്കിയ ഒട്ടും പറഞ്ഞ് ഉറവികളായിരിക്കും. ടാപ്പൊന്നുമില്ല. നമ്മൾ വിചാരിക്കുമ്പോൾ വിചാരിക്കുമ്പോൾ എന്നാൽ നമ്മുടെ മുനിസിപ്പാലിറ്റി എത്രാമോണം കെട്ടി അല്ല വണ്ടി വേണം. ആ വണ്ടിയുടെ ബാഗിൽ എന്തുമാത്രം മാറ്റവും അടുക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഒന്നുമില്ല. നമ്മുടെ പ്രശ്നമാണെങ്കിൽ ഒരു മെക്കാനിക്കലോ ഒന്നുമല്ല. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. അത്
ഒരു സ്പീഡില്ലാത്ത ഇതുപോലെ എന്തല്ല. ഇതുപോലെ ചില പെട്രോൾ വണ്ടിയാണെങ്കിൽ പെട്രോൾ അടിച്ചാലേ അത് ഓർത്തുള്ളൂ, ഡീസലാണെങ്കിൽ ഡീസൽ അടിച്ചാലേ ഓർത്തുള്ളൂ, ചില വേറെ ആണെങ്കിൽ ഗ്യാസ് കൊടുത്താലേ ഓർത്തുള്ളൂ. ഇത് എന്ത് കൊടുത്താലും വെള്ളം കൊടുത്താലും ഇല കൊടുത്താലും ഇറച്ചി കൊടുത്താലും വായു കൊടുത്താലും ദൈവത്തിന്റെ ഭയങ്കരം തന്നെയാണ്. ദൈവത്തിന്റെ ജ്ഞാനം എത്രയോ, ദൈവം നമ്മളെ എന്തുമാത്രം നല്ല രീതിയിൽ വഴി നടത്തും. ഇതിനകത്തുള്ള പോലെ എനിക്ക് തോന്നുന്നില്ല ഡോക്ടർക്കാരെ പിടിക്കുന്നു, ഇതിനകത്തുള്ളവരെ കണ്ടുപിടിച്ച് നിന്നില്ലല്ലേ. ഞാൻ പറയുകയാണ്, കുറച്ച് നാളെയുള്ള ദൈവം അന്വേഷിച്ചു വരുന്ന ഫലം ആത്മാവിന്റെ ഫലമാണ്. ആ ഫലത്തിൽ നമ്മളെവിടെ നിൽക്കുന്നത്, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെക്കുക. പ്രശ്നമില്ലാത്തവരാരുമില്ല, എല്ലാവർക്കും പ്രശ്നമുണ്ട്. നീ അനുദിനം നിന്റെ കുരിശും എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാനാണ് പ്രശ്നം. എല്ലാവർക്കും ഉണ്ട് അതിൻ്റെതായ ഓരോ തരത്തിലുള്ള പ്രശ്നം. പക്ഷെ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ്. കർത്താവ് പറഞ്ഞ് എന്റെ കൂടെ നിങ്ങൾ 1 മണിക്കൂർ വാങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. ഇതാണ് എനിക്ക് പ്രധാനമായിട്ട് ചെയ്യാൻ തോന്നുന്നത്. കാരണം ഞാൻ നിങ്ങൾ ആദ്യം പോലെ കേൾക്കുന്ന വചനമാണ് ഒരു വ്യക്തിപരമായ പ്രാർത്ഥന. ഇത് ഇന്ന് നമുക്ക് ഇല്ല, ശ്രദ്ധയില്ല. ഇതിലൂടെ മാത്രമേ കർത്താവിന് പ്രവർത്തിക്കാൻ നമ്മോട് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇതില്ലാത്തവരാണ് നമ്മളിൽ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എനിക്കറിയാം 90% തന്നെയായി ഇങ്ങനെ ഉള്ളവരാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ കർത്താവിനെ കുറ്റം പറയാൻ പോകുന്നത്. ഇന്ന ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതെ കർത്താവിനെ കുറ്റം പറയാൻ പോകരുത്. ഇന്ന് ഒരു തീരുമാനം ഒരു നല്ലൊരു വ്യക്തിത്വമുള്ള മനുഷ്യനെന്ന രീതിയിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. അത് ഞാൻ ഈ ദിവസങ്ങളിൽ ഈ ആഴ്ചകളിൽ ഞാൻ സ്ഥിരതയിലേക്ക് അല്ലെങ്കിൽ പ്രാവർത്തികമാകാൻ ശ്രമിക്കും ചെയ്യും. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് അതിനുള്ള ശക്തി നമുക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് കൂടി എത്ര തിരക്കുള്ളവർക്ക്, എത്ര വലിയവനും ചെറിയവനും ആ സമയം ദൈവം തന്നതുകൊണ്ടാണ് ദൈവം ചോദിച്ചത് 1 മണിക്കൂറെങ്കിലും എന്നോടും കൂടെ ഉണർന്നിരിക്കാൻ വേണ്ടി 1 മണിക്കൂർ എങ്കിലും വന്നു. അപ്പൊ 1 മണിക്കൂർ കൂടുതൽ വന്നത് ദൈവം തരാത്ത കാര്യം നമ്മൾ ആവശ്യപ്പെടുന്നത്. നമ്മൾ ചിലവർക്കാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒന്നും ചിലർക്ക് ഒരു മാനസാന്തരം ഇല്ല എന്ന് വെച്ചാൽ ഒരു മാനസാന്തരം പെടാനൊരു ആഗ്രഹമില്ല. അത്രത്തോളം ചിന്തകളുണ്ട് ആ മനുഷ്യന്. ആ കുടുംബത്തിന്റെ രീതിയോ ആ കുടുംബത്തിന്റെ കെട്ടുകളൊക്കെ കാരണം മൂടിക്കിടക്കുകയാണ്. അവർക്ക് അവരുടേതായ പ്രശ്നമുണ്ടെങ്കിൽ അതിന് ആദ്യം വെളിയിൽ നിന്നും ആഗ്രഹം ഉണ്ടെന്നല്ലാതെ ബാക്കിയുള്ള സഹായം ചെയ്യുന്നതല്ലാതെ അവർ വ്യക്തിപരമായിട്ട് അവര് ഒന്നും ചെയ്യുന്നില്ല. വേണ്ടത് ചെയ്യുന്നില്ല. ഞാൻ ഇന്നലെ രാത്രി 10 മുതൽ രാവിലെ 6 മണി വരെ പ്രാർത്ഥിക്കുകയാണ്. കുറച്ച് സുഹൃത്തുക്കൾ എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ഒന്നുമായിട്ട് തോന്നിയില്ല. സത്യം പറഞ്ഞാൽ കുറെ രാത്രി 2-3 മണിയായപ്പോഴത്തേക്ക് പ്രാർത്ഥനയിൽ ആത്മാവ് വേറെ തരത്തിൽ തിരിച്ചു കൊണ്ടുപോയി ഞങ്ങളെ തന്നെ ശക്തിയിലുള്ളത്. ഞങ്ങളുടെ പാറകൾ ഏറ്റു പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു 2 മണിക്കൂർ അത് നിൽക്കാം. പിന്നെ ഞാൻ നിർബന്ധപൂർവ്വം അതിന്റെ അതിന് ഒന്ന് അതൊന്നും പൊക്കിട്ടിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഭാവം അതായത് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഭാവങ്ങൾ ഓർമ്മിക്കണമെന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങി വന്നപ്പോഴത്തേക്ക് ഒരാൾ ഭാവം പറഞ്ഞു. ഭാവം ഏറ്റു പറയാൻ പറഞ്ഞില്ല. പറ്റുന്നതാണെങ്കിൽ ഏറ്റു പറയാം, അല്ലെങ്കിൽ ഉപസാരിക്കാനായിട്ട് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞതാണ് സമയത്ത് തുടങ്ങിയത്.